ചക്രക്കസേരയിൽ 42 വർഷമായി യാത്ര ചെയ്യുന്ന വാസുണ്ണി പട്ടാഴിയുടെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ ഞാൻ അങ്ങോട്ട് വരാം പുസ്തകം പ്രകാശനം ചെയ്തു. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി വാസുണ്ണി പട്ടാഴിയെക്കുറിച്ച് ഡോക്ടർ ജയരാജാണ് പുസ്തകമെഴുതിയത്. വിധിയെ പഴിച്ച് വീൽചെയറിൽ കാലം തള്ളി നീക്കാതെ പ്രതിസന്ധിയെ അതിജീവിച്ചും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയി മറ്റുള്ളവർക്ക് പ്രചോദനമായ വ്യക്തിയാണ് വാസുണ്ണി. സ്വന്തം തളർച്ച വകവയ്ക്കാതെ വിധി തളർത്തിയവർക്കെല്ലാം സഹോദരനെപ്പോലെ തണലാവുകയാണ് ഈ 61കാരൻ. 1983 ബംഗളൂരുവിലെ വാഹനാപകടത്തിലാണ് തിരുവേഗപ്പുറ പട്ടാഴി കോമത്ത് രാമൻ നായർ പാറുക്കുട്ടിയമ്മ ദമ്പതികളുടെ 6 മക്കളിൽ 4ാമനായ വാസുദേവന്റെ ജീവിതം മാറിമറിയുന്നത്. 19ാം വയസ്സിൽ പട്ടാളത്തിൽ ചേരാനുള്ള മോഹവുമായാണ് ബംഗളൂരുവിലെത്തിയത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റെങ്കിലും ജീവൻ തിരിച്ചുകിട്ടി. പക്ഷേ നട്ടെല്ലിന് ക്ഷതമേറ്റ് അരയ്ക്ക് താഴെ തളർന്നു. തുടർന്ന് വർഷങ്ങൾ ചികിത്സിച്ചെങ്കിലും ബലമുണ്ടായില്ല. 26ാം വയസ്സിൽ ഒരു വൃക്കയും എടുത്തു മാറ്റിയതോടെ ജീവിതം കിടക്കയിലായി. 2 പതിറ്റാണ്ടുകാലം വീട്ടിലെ മുറികളിൽ ജീവിതം തള്ളി നീക്കിയെങ്കിലും ഒടുവിൽ വിധിയെ മറികടക്കാനുള്ള ശ്രമത്തിലായി. അരയ്ക്ക് താഴെ തളർന്ന മലപ്പുറം സ്വദേശി തോരപ്പ മുസ്തഫ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഒരു കാറ് ഡിസൈൻ ചെയ്ത വാർത്ത പത്രത്തിൽ കണ്ടു. മുസ്തഫയെക്കൊണ്ട് കൈകൊണ്ട് ഓടിക്കുന്ന വാഹനം തനിക്കും തരപ്പെടുത്തി. തിരുവേഗപ്പുറ ചെക്ക് പോസ്റ്റിനു സമീപം സ്പെയർ പാർട്സ് കടയും ആരംഭിച്ചു. ചെറിയ വരുമാനം കിട്ടിയതോടെ പഴയ കാർ മാറ്റി പുതിയത് വാങ്ങി. പിന്നീട് 15 വർഷത്തെ കാലാവധി കഴിഞ്ഞ സമയത്താണ് 2020 പരുതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1979 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ മറ്റൊരു കാറ് നൽകി വാസുണ്ണിയെ ചേർത്തുപിടിച്ചത്. പിന്നീട് സാന്ത്വന പ്രവർത്തനങ്ങളിലും സജീവമായി. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സെക്രട്ടറി, സുരക്ഷാ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തനം വിപുലമാക്കി. വീൽചെയറിൽ കഴിയുന്നവരുടെ ക്ഷേമത്തിനായി ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ എന്ന സംഘടന രൂപവൽക്കരിച്ചു. 2017 ഹാർട്ട് അറ്റാക്കിനെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റിയിലൂടെ 2 ബ്ലോക്ക് നീക്കി. സമാന രീതിയിൽ 2022 ഉണ്ടായി. മരുന്നിന്റെ സഹായത്തോടെ മുന്നോട്ടു പോകുമ്പോഴും തളരാത്ത മനസ്സുമായി മുന്നോട്ടു കുതിക്കുകയാണ് വാസുണ്ണിയുടെ സാന്ത്വന പ്രവർത്തനങ്ങളുടെ വേഗത. ഇതിന്റെ അംഗീകാരം കൂടിയാണ് സഹയാത്രയുടെ പുതിയ കെട്ടിടം. ഞായറാഴ്ച മന്ത്രി MB രാജേഷ് ഷീബ അമീറിന് പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരനായ ചാലിശ്ശേരി സ്വദേശി ഡോക്ടർ ജയരാജ് 110 പേജുള്ള പുസ്തകം 4 മാസമെടുത്താണ് പൂർത്തീകരിച്ചത്.